ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനൊപ്പമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എങ്ങനെയാണ് ഒരു കണക്കൂട്ടലുകളൊക്കെ? അല്ല, ജില്ലയിൽ UDF ചരിത്ര വിജയം നേടും. കാരണം ഞങ്ങൾ അത്തരത്തിൽ ഒരു വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മുന്നൊരുക്ക പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനം, അതിനപ്പുറത്ത് നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾ, ആ ഭരണവിരുദ്ധത കൂടുതൽ ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ജില്ലയിൽ പൊതുവെ ഉയർന്നിട്ടുണ്ട്, അത് അനുകൂലമാകുമെന്ന് കരുതുന്നുണ്ട്? അല്ല, ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയരുന്നത് എക്കാലത്തും UDFന് അനുകൂലമാണ്. അത്തരത്തിൽ UDFന് അനുകൂലമാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം LDFന് അനുകൂലമായി നിന്ന പല ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ അവരെല്ലാവരും UDFനൊപ്പമാണ്, UDF സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ്. മറ്റൊന്ന് കാര്യം പ്രധാനമായിട്ടും കൊച്ചി കോർപ്പറേഷൻ്റെ കാര്യമാണ്. കൊച്ചി കോർപ്പറേഷനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യവും. പക്ഷേ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടുമില്ല താനും. അതൊരു വലിയൊരു വെല്ലുവിളിയായി തോന്നുന്നുണ്ടോ? ഇല്ല, UDFന് എക്കാലത്തും കൊച്ചിൻ കോർപ്പറേഷൻ നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഒരവസരം, അതിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെടാറ്. ഈ തവണ UDFന് ചരിത്ര വിജയമായിരിക്കും കൊച്ചിൻ കോർപ്പറേഷനിൽ ഉണ്ടാകുക. അതിനപ്പുറത്ത് 5 വർഷക്കാലത്തെ കോർപ്പറേഷൻ്റെ ഭരണവും 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണവും ഒന്നും നമ്മുടെ കോർപ്പറേഷൻ അതിർത്തിയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലോ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു വികസന പദ്ധതികളും ചെയ്തിട്ടില്ല. അപ്പോൾ ജനങ്ങൾക്ക് അതിനകത്ത് വലിയ അതൃപ്തിയാണുള്ളത്. മുഖ്യമന്ത്രി വന്ന് ക്യാമ്പയിൻ നടത്തിയ പത്രസമ്മേളനം നടത്തിയ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിൽ പോലും UDFൻ്റെ കാലഘട്ടത്തിൽ കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയെ കുറിച്ചിട്ടാണ് അഭിമാനപൂർവ്വം പുള്ളി പറഞ്ഞത്. അപ്പോൾ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയെന്ന് CPM പറയുമ്പോഴും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് ഒരാൾ പോലും വോട്ടഭ്യർത്ഥിക്കാത്തത്? അതുമാത്രമല്ല, ചിഹ്നത്തിൽ മത്സരിക്കാത്തത് എന്തുകൊണ്ടാണ്? മുൻ മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശർമ്മയുടെ ഭാര്യ കപ്പും സോസറും ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് പറവൂരിൽ. അപ്പോൾ നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കും ഭാര്യമാർക്കും നേതാക്കൾക്കും ചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും ഭയമാണ്. അപ്പോൾ CPMന് ആ ഭയം തുടക്കത്തിലേ ഉണ്ട്. ആ ഭയമാണ് CPMനെ ഈ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചേർക്കുന്നതിനും യഥാർത്ഥ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ഈ തെരഞ്ഞെടുപ്പ് ദിവസം പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവം ശ്രമം നടത്തിയതും കള്ളവോട്ട് നടത്തിയതും ഒക്കെ ഈ അത്തരത്തിലുള്ള ഭയമുള്ളത് കൊണ്ടാണ്. മറ്റൊരു കാര്യം, ഈ 2020യുടെ ഒരു കടന്നുവരവ് അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്? അവർ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം ഈ CPMും കോൺഗ്രസും ചേർന്നുള്ളൊരു ഒരു കൂട്ടുമുന്നണി അവരെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്. കേരളത്തിൽ ഒരു സ്ഥലത്തും UDFും LDFും തമ്മിൽ എവിടെയാണ് ഒരുമിച്ച് ചേർന്ന് മത്സരിക്കുന്നത്? ഞങ്ങൾ പരസ്പരം കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സ്ഥലങ്ങളാണ്. 2020യുടെ ഒരു മുതലാളി പറയുന്ന കാര്യങ്ങൾ ഞങ്ങളങ്ങനെ കൃത്യമായി മുഖവിലക്കെടുക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിൽ LDFോ UDFോ കൂട്ടുചേർന്ന് മത്സരിക്കുന്ന ഒരു സ്ഥലവും എറണാകുളത്തില്ല. ഈ എറണാകുളം ജില്ലയിൽ അവർ മത്സരിക്കുന്ന ഒരു സ്ഥലത്തും കാര്യമായ ഭീഷണി ഉയർത്താൻ അവർക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു ഭീഷണി ഉയർന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. ആ പാർട്ടിയിൽ ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഉണ്ടായിരുന്ന കുറേ ആളുകൾ കോൺഗ്രസിലേക്കും CPMലേക്കും BJPയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് ഈ അല്പായുസുള്ള ഒരു പാർട്ടിയാണ്. അത് അയാളുടെ കയ്യിൽ പണമില്ലാത്ത സമയത്ത് ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയാത്ത സമയത്ത് അത് നിന്നു പോകുന്ന ഒരു പാർട്ടിയാണ്. അല്ലാതെ അവർക്ക് വേറെ ഒന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയ്ക്ക് വേറെ ഒരു സംഭാവനയും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, തീർച്ചയായും എന്തായാലും വളരെയധികം ശുഭാപ്തി വിശ്വാസമാണ് UDFനും ഉള്ളത്. ഇക്കുറി ഉയർന്ന പോളിംഗ് നിരക്ക് അത് UDFന് അനുകൂലമാകുമെന്ന് തന്നെയാണ് DCC പ്രസിഡന്റിൻ്റെയും ഒപ്പം തന്നെ UDF നേതൃത്വത്തിൻ്റെയും പ്രതീക്ഷ. കൊച്ചിയിൽ നിന്ന് രാഹുൽ ബിജുവിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.